യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇത് തന്നെ വായിച്ചു നിൽക്കൂ. ഒന്നുകൂടെ വായിച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. വളരെ പരിചിതമായ തിരുവെടുത്ത. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാന വിഷയം, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതായത് ഇന്ന് രാത്രി നമ്മുടെ പ്രധാന വിഷയം. അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ച് വേണം മുമ്പോട്ട് പോകാൻ. യോഹന്നാന്റെ സുവിശേഷമാ വായിച്ചത്. ഇത് സുവിശേഷ യോഗമാകയാലും എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് വരെ ഈ ബോക്സ് വെച്ചിട്ടുണ്ട്. വളരെ നന്നായി. ഞങ്ങളുടെ ഏരിയയിലൊന്നും അങ്ങനെ വെക്കുകയല്ല. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ എല്ലായിടത്തും വന്ന് അത് തന്നെ ശരിക്കും വെക്കുന്നില്ല. നിങ്ങളും അത് കേൾപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ അഭിനന്ദിക്കും. ചിലര് കേൾപ്പിക്കത്തുമില്ല. ഇത് കേൾപ്പിക്കാനായി യോഗം നടത്തുന്നത്. ചില ഇടങ്ങളില് എന്ത് ചെയ്താ ഇത് കേൾപ്പിക്കുകയല്ല. ഇന്ന് ഇങ്ങനെ ക്രമീകരണമൊക്കെ വിശേഷിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനെ സുവിശേഷ യോഗത്തിന് വരുന്ന വലിയ സന്തോഷമാണ്. കാരണം ഇത് കേൾപ്പിക്കും. ദൈവം ഈ ജില്ലയിലുള്ള ദൈവമക്കളെ മറ്റു ജില്ലക്കാർ മോശമാണെന്നല്ല പറയുന്നത്. അപ്പൊ ഇത് കണ്ടോണ്ടിരുന്നു താൻ ആ ജില്ലയിലോട്ട് വന്നേക്കാം എന്നല്ല അതിന്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം എല്ലാ ഇടങ്ങളിലും പറയുന്ന ചില കാര്യങ്ങള് പൊതുവിൽ ഒന്നുകൂടെ ആവർത്തിക്കുക. സുവിശേഷ യോഗ ആയതുകൊണ്ട് അത് പറയണം. ഈ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. നമുക്കറിയാം, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയും ഒടുവിലത്ത് വെളിപ്പാട് പുസ്തകം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം, യേശു ക്രിസ്തു. ഇത് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. ഇപ്പൊ നിങ്ങള് ചിന്തിക്കുക, പറഞ്ഞ ഇതാണോ ഇന്ന് പറയാം. പിന്നെ വേറെ എന്നാ പറയാൻ? വള്ളം മുങ്ങിയ കാര്യവും ബോട്ട് മുങ്ങിയ കാര്യവും ഒളിച്ചോടിയ കാര്യവും എന്ന് പറയാം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുന്നതുമല്ല, മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്നതുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാം. ആരായി സുവിശേഷം കേൾക്കണ്ടേ? എല്ലാരും കേൾക്കണം. എല്ലാരും കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയായി സുവിശേഷം. മറ്റു വാർത്തകളൊന്നും എല്ലാവരും കേൾക്കാനും കൊള്ളത്തില്ല. എല്ലാവർക്കും കേൾക്കാൻ വലിയ താല്പര്യവും ഇല്ല. പക്ഷെ ഇതെല്ലാവരും കേൾക്കണം. അടുത്തത്, എന്തുവായി സുവിശേഷത്തിന്റെ വിശേഷത? ഞാനത് ഷോർട്ടായിട്ട് അങ്ങ് പറയാം. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടും. ആരാ സുവിശേഷം കേൾക്കണ്ടേ? എല്ലാവരും ഇത് കേൾക്കണം. എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഒത്തിരി വിശേഷതയുണ്ട്. ഇപ്പൊ ഒരു 3 കാര്യം സൂചിപ്പിച്ചു വിടാം. എല്ലാം പറയാൻ നേരമില്ല, നാളെ നമുക്ക്. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ട്. 3 കാര്യം ഇപ്പൊ. അതിനെ 3 വാക്യം വായിക്കണം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഇതെല്ലാം അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ. വിശ്വസിക്കുന്ന ഏവനും, ആ. ആദ്യം യഹൂദനും ആ. പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിക്കുന്ന മാർഗം. ഈ ലോകത്തിൽ പല മാർഗമുണ്ട്, പക്ഷേ രക്ഷിക്കുന്ന മാർഗം ഒന്നേ ഉള്ളൂ, സുവിശേഷം. ആരെ രക്ഷിക്കുന്ന മാർഗം? എല്ലാവരും രക്ഷിക്കുന്ന മാർഗം. കക്ഷിപക്ഷ വർഗവർണ്ണ വ്യത്യാസം കൂടാതെ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുന്ന മാർഗം. മറ്റു മാർഗങ്ങള് എല്ലാവരെയും ഒന്നും രക്ഷിക്കുന്നുമില്ല, എല്ലാവരെയും ഒന്നും അടുപ്പിക്കുന്നുമില്ല. ഇല്ലേ? രക്ഷപ്പെടാന്നോർത്തിയിലും പറയുമ്പോൾ നിങ്ങളെ പോലുള്ളവരോട്ട് വരണ്ട, ഇന്ന പ്രായത്തിലുള്ളവരും ഇങ്ങോട്ട് പിന്നെ ചിലര് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന സാധനമെല്ലാം കൊണ്ടുവരണം. കാശില്ലാത്തവൻ കടം മേടിച്ച സാധനം. എന്നാലും ഞാൻ ചോദിച്ചു, എന്തോ പിന്നെ കാര്യമൊക്കെ വേണം, എല്ലാം തികഞ്ഞില്ല, ഇച്ചിരി പൈസ എനിക്ക് തരണമെന്ന്. ഞാൻ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാ? ഇന്ന സാധനം മേടിക്കാം. അതിനാന്ന് ഞാൻ തരുന്നില്ലെന്ന് പറഞ്ഞു. സാധനത്തിന്റെ പേരൊന്നും ഞാനിപ്പോ മൈക്കിൽ കൂടെ പറയുന്നില്ല. പറയണോ? ഈ പ്രായത്തിൽ നിന്നും തല്ലും കൊണ്ടിട്ട് അല്ല, രക്ഷപ്പെടാനായിട്ട് ഇന്ന സാധനം കൊണ്ടുപോകണം, അതിന് കാശ് തികയുന്നില്ല, കടം തരികയാണെ അതുകൂടെ മേടിച്ചോണ്ട് പോകാന്ന്. ദൈവത്തിന്റെ മഹത്വം. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഇന്ന സാധനം കൊണ്ടുപോകാൻ രക്ഷപ്പെടാണ്, എന്നിട്ട് പെടുന്നില്ലല്ലോ. ഈ രക്ഷ സൗജന്യമാണ്. ഏത് രക്ഷ? യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. യാതൊരു സാധനവും കൊണ്ടുവരണ്ട, ഒരു ഭൗതിക വസ്തുവും കൊണ്ട് തിരുമുൽക്കാഴ്ചയായിട്ട് വെക്കുകയും വേണ്ട. വേണേ ഇങ്ങനെ പറ, എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക, അത് മതി. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു സംഘടനക്കാരെയോ ഒരു സഭക്കാരെയോ ഒരു പ്രത്യേക വിഭാഗക്കാരെ മാത്രം രക്ഷിക്കുന്നതല്ല. വെളുത്തവരെ എല്ലാം കൂടെ രക്ഷിക്കുന്ന മാർഗം, കറുത്തവരെ എല്ലാം കൂടെ രക്ഷിക്കുന്ന മാർഗം, ഇരുനിറക്കാരെ എല്ലാം കൂടെ രക്ഷിക്കുന്ന മാർഗം, വിളറിയതിനെ എല്ലാം കൂടെ രക്ഷിക്കുന്ന വേറൊരു മാർഗം, കാശുള്ളവരെ മാത്രം രക്ഷിക്കുന്ന മാർഗം, കാശില്ലാത്തവനെ അടുപ്പിക്കാത്ത മാർഗം, കളറുള്ളവനെ രക്ഷിക്കുന്ന മാർഗം, കളറ് കുറഞ്ഞവനെ കേറ്റാത്ത അടുപ്പിക്കാത്ത മാർഗം, ഇന്ന ജാതിയിൽപ്പെട്ടവരെ അകത്തോട്ട് കയറും, മറ്റേ ജാതിക്കാർ വെളിയിൽ നിൽക്കണം, അതിലും താടികൾ വെച്ചിട്ട് അകന്ന് നോണം, ബാക്കി ഒറ്റ ഇങ്ങോട്ട് ഏരിയയിലോട്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാകാഴിയാന്നോ? അതോ അല്ല, ഒരു കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു. പൂണൂലിട്ട ആദ്യത്തെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ നടന്നു വരുമ്പോൾ ബാക്കി വിഭാഗക്കാരെല്ലാം ഇത്ര അടി ദൂരെ നിൽക്കണം. എങ്ങനെ രക്ഷിക്കും? നായർക്ക് ഇത്രയടി, ഈഴവർക്ക് ഇത്രയടി, പുലിയർക്ക് ഇത്രയടി, സാമ്പവർക്ക് ഇത്രയടി, പിന്നെ നാടാർക്ക് ഇത്രയടി, ഇല്ലേ? നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ലായിരുന്നു. ഈ മാർഗമൊന്നും മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗമല്ല. കുറെ ആൾക്കാർക്ക് രക്ഷയായിരുന്നു. അവരാ ഉള്ള സമയം കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ല സാധുക്കളെ പിടിഞ്ഞ്, ഇല്ലേ? ഒരു പാട്ടുണ്ട്, അത് പാടിയാൽ വിവാദം ഉണ്ടാകും. എല്ലാം വിവാദമായി, ഇനി പാതാക്കത്തിനാ മാറ്റി വെക്കുന്നത്. സാധുവർഗത്തിന്റെ രക്തം വാറ്റിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാറ്റിപ്പിഴിഞ്ഞതല്ലയോ, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും,
നാഴികയിൽ തരുന്നവർ സാധുക്കളല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അവര് പിടിഞ്ഞ് നല്ലതുപോലെ പിടിഞ്ഞ് ഉള്ള സമയം കൊണ്ട് വലതും ഉണ്ടാക്കി. വലിയ വലിയ മേടകള്, കൊട്ടാരങ്ങള് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, ഇതെല്ലാം ഉള്ള സമയം കൊണ്ട് ഉണ്ടാക്കി. നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, ഇവിടെ അങ്ങനെ ചൊല്ലുമോ എന്നറിയത്തില്ല. ഓണം വന്നാലും ഉണ്ണി പറന്നാലും കേട്ടിട്ടില്ലേ? അവിടെ ആരാണ്ട് പറഞ്ഞു, ഓണം വന്നാലും ഉണ്ണി പറന്നാലും കോരന് കുമ്പിളി. വേറൊരു വിഭാഗത്തെ പറ്റി ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ആ പദം പറയുന്നത് തെറ്റാ, അതുകൊണ്ട് പദം പറയുന്നില്ല, അറിയാവുന്നവർക്ക് അറിയാം. ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞേച്ച് പറയാം. അവര് ഈ പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, എലിയെ പിടിക്കുന്നവരാ, അതിനെ കഴിക്കുന്നവരാ. ഓരോരുത്തരുടെ രീതിയും പ്രകൃതിയും. അപ്പൊ അവരെ പറ്റി പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങനെയുള്ളവർക്ക് രാശി കൂടിയാൽ 4 എലി കൂടുതൽ കിട്ടുമെന്ന്. അല്ലാതൊന്നും ഇവിടെ വന്ന മതങ്ങളും സംഘടനകളും എല്ലാം മനുഷ്യനെ വേർതിരിച്ച് കാണിക്കുക. എന്നാൽ സുവിശേഷത്തിന്റെ വിശേഷത വേർതിരിക്കുന്നതല്ല. സകല ആൾക്കാർക്കും രക്ഷ തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന, വിടിവിക്കുന്ന മാർഗമാണ് സുവിശേഷം. അതാ പൗലോസ് അവിടെ വളരെ സ്പഷ്ടമായിട്ട് എഴുതി. ഒന്നുകൂടെ മോളെ ആ വാക്യം വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ആരെയാണെന്നറിയാമോ? വിശ്വസിക്കുന്നവരെ. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് രക്ഷയാണ്. അങ്ങനെ വിശ്വസിച്ച് ഈ രക്ഷാനിർണയം പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കെങ്കിലും ഇതുവരെ അവസരം ലഭിക്കാതെ പോയെങ്കിൽ ഇന്ന് രാത്രി നല്ലൊരു അവസരം ദൈവം തരിക. 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, ഇന്ന സാധനം ഒന്നും കൊടുക്കണ്ട, ഇന്ന തുണിയെ കൊടുക്കാവൂ, അങ്ങനെയില്ല. വെളുത്തത് തന്നെ കൊടുക്കണം, കറുത്തത് തന്നെ കൊടുക്കണം, മഞ്ഞ തന്നെ കൊടുക്കണം, കാവി തന്നെ കൊടുക്കണം, പിന്നെന്തുവാ വേറെ ആ ചുമന്നത് തന്നെ കൊടുക്കണം. അങ്ങനൊന്നും നിർബന്ധമല്ല, എന്തായാലും കൊടുക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ഒരു നിർബന്ധവും ഇല്ല. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അലർജി ഒന്നും ചെയ്യണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണം. അങ്ങേക്ക് തരുവാനായിട്ട് എൻ്റെ കയ്യിൽ കാശും പുത്തനും ഒന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുമീ നമ്മെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുമീ. പാപം പോക്കിടൂ, നിൻരോഗം നീക്കിടും. പാപം പോക്കിടും, നിൻരോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം ആക്കിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. ആമേൻ. മഹത്വരാജനായി ഇന്ന് രാത്രി അവിടുത്തെ തൃപ്പാനത്തോടടുത്ത് വന്നാൽ ദൈവം നിന്നെ രക്ഷിക്കും. അവിടെ മുമ്പോട്ട് പോകാം. സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സുവിശേഷം രക്ഷിക്കും. 2, സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത, അറിവുള്ള വാക്യമാ മോളെ. എഫേസ്യ ലേഖനം
6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. എല്ലാം ഇപ്പൊ വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം മതി. അപ്പൊ സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത സമാധാനം തരുന്ന മാർഗം. സമാധാനം തരും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, എന്ത് സമാധാനത്തോടായിരിക്കും? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? അച്ഛന് പ്രശ്നങ്ങളില്ലേ? ഉണ്ട്, ഇല്ലേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളില്ലേ? ഇല്ലേ? ഇപ്പൊ തന്നെ പ്രശ്നമായല്ലോ. മോന് പ്രശ്നമില്ലേ? കർത്താവിന്റെ ദാസിക്ക് പ്രശ്നമില്ല. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഇവിടെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഇല്ലാത്ത ആരും വന്നിട്ടില്ല. അവന്മാർക്ക് 3 പേർക്കും പ്രശ്നമുണ്ട്. അത് അവന്മാര് പുറകോട്ട് ഓടിയത്. പിന്നെയും വന്നിരിക്കുക. ഇനി ഓടും. പ്രശ്നമുള്ളത് കൊണ്ടാണ്. ആർക്കാ പ്രശ്നമില്ലാത്ത? പക്ഷെ ഈ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലും ഞങ്ങളുടെയൊക്കെ വന്ന് ചോദിച്ച ഇരുന്ന് സമാധാനമാണ്. സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതാ ഒന്നുകൂടെ വാക്യം വായിച്ചോ മോളെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള സമാധാന സുവിശേഷം. അപ്പോ പ്രിയരെ, ഈ സുവിശേഷം അലോക്യമുണ്ടാക്കുന്ന മാർഗമല്ല, അടിപിടി ഉണ്ടാക്കുന്ന മാർഗമല്ല, ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗവുമല്ല. ഒരു തള്ള ഈയിടെയാന്ന് അങ്ങ് വല്ലാത്ത പ്രസംഗമാ. ആരാന്ന് പിടികിട്ടിയില്ലായിരിക്കും. അത് നിങ്ങൾ ചിന്തിച്ചിട്ട് ആരുടെ കാര്യമാണ്? അതിനായി മുന്നോട്ട് കയറിയിരിക്കണം എന്ന് പറഞ്ഞ് വന്ന് പുറകിരിക്കുകയല്ലായിരുന്നു. അത് അത്രയൊക്കെ കേട്ടാണ്. നാളെ യോഗത്തിന് മുന്നിൽ വന്ന് ഇതുപോലെ ഇടയ്ക്കൊക്കെ പറയാം. അപ്പൊ മുന്നിൽ ഇരുന്നാലേ കേൾക്കുകയുള്ളൂ. എന്ത് കസാര എവിടെ കിടക്കുന്നത്? പുറകിരിക്കാന്നത് എന്നതാണ്? നാളെ വാ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന മാർഗമല്ല. 2 വിഭാഗക്കാരെ തമ്മിൽ കൂട്ടിയടുപ്പിക്കുന്ന മാർഗമല്ല. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ബുദ്ധനെയും പാഴ്സിയെയും ജൈനനെയും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. ഇന്ന മതത്തിൽപ്പെട്ടവന്റെ പടലി വെട്ടിക്കൊണ്ടുപോവാ, മറ്റേ മതക്കാരനെ കാച്ചിക്കള, ഇവനെ നമുക്ക് സംരക്ഷിക്കാം. അല്ലല്ല, എല്ലാവരും രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ഇത് സമാധാന സുവിശേഷമാണ്. സുവിശേഷം വന്നിടത്തെല്ലാം സമാധാനമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ഉപദേശിമാരെ എത്ര പേരാ തല്ലുന്നത്? ചിലയിടത്തൊക്കെ തിരിച്ചടിക്കുന്നില്ലല്ലോ. അതിനാ ഇത് സമാധാന മാർഗമായതുകൊണ്ട്. അടിക്കാൻ അറിയാൻ മേലായിട്ടാണോ? ഒരടിക്കൊക്കെ ഉള്ള ആയം. പിന്നെ ഞങ്ങളൊരു അപ്പച്ചനുണ്ടായിരുന്ന പുള്ളി ഇച്ചിരി വകുപ്പൊക്കെ അറിയാവുന്ന ആളായിരുന്നു. പുള്ളി അടിക്കത്തില്ലായിരുന്നു. പുള്ളി സുവിശേഷം പറഞ്ഞ പൊരുത്തം വന്ന് തല്ലി പുള്ളി തോളത്തടിച്ചേക്ക് പറഞ്ഞ് മാറി നിൽക്കും. മോനെ അമ്പിന് ഇങ്ങനെയാ പോയത്. പുള്ളി തല്ലത്തില്ല, അവനെ മാറ്റി വിട്ടതാ. മാർഗാണ് തല്ലുകയല്ല കേട്ടോ. ഞങ്ങളെയൊക്കെ തല്ലിയാ നിന്നുകൊണ്ട് താഴെ വീടുന്നതല്ലാതെ ഒന്നും നടക്കുകയല്ല. ചിലരുണ്ട്, അവര് തല്ലത്തില്ല, മാറു കുഞ്ഞെന്ന് പറയുള്ളൂ. പിന്നെ അപ്പൊ ഈ മാർഗം സമാധാനം ഉണ്ടാക്കുന്ന മാർഗം. ഒരു മിഷണറിയെയും 2 കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നില്ലേ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇത് സമാധാനത്തിന്റെ മാർഗം.
എത്രയെത്ര കന്യാസ്ത്രീകളെ, എത്രയെത്ര സുവിശേഷ പ്രവർത്തകരെ ഉപദ്രവിക്കുന്നു. പള്ളിക്കകത്ത് കയറിയല്ലേ ഉപദ്രവിക്കുന്നേ? ആരെങ്കിലും തിരിച്ചു തല്ലിയോ? അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗം. ട്യൂബ്ലൈറ്റ് അടിച്ചു പൊട്ടിച്ചിട്ടില്ലേ? ബൈബിള് പറിച്ചു കീറിയിട്ടില്ലേ? റാന്നി പാലത്തില് നിങ്ങള് അറിയാം, ബൈബിള് കത്തിക്കുകയും കീറുകയൊക്കെ ചെയ്തതാ. പാലം എന്ത് എന്നുള്ളത് പിന്നത്തത്. ഇത് സമാധാന മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനമുണ്ടാകും. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭക്കാർക്കും ദേശക്കാർക്കും സമീപവാസികളുടെ ഇവിടെ എല്ലാം സ്വസ്ഥത കിടത്തി ആമൻ സ്തോത്രം വെച്ച കഞ്ഞി പോലും കുടിക്കാൻ നിർവാഹമില്ലാതെ ഭാര്യയെ ഉപദ്രവിച്ച് 4 കാലയിലാ വരുന്ന ഭാര്യയെ തല്ലും. 4 കാലയിലാ വന്ന് ഭാര്യയെ തല്ലും. നിന്ന് തല്ല് മേടിക്കുക പാവത്തങ്ങള്. ഇപ്പൊ പിന്നെ അങ്ങനെ തല്ലാനും ഒക്കത്തില്ല, അങ്ങനെ നിന്ന് തല്ലൊന്നും. ഈയിടെ ഒരു അമ്മാമ്മേനോട് പറഞ്ഞു, എനിക്കൊട്ടൊരടി അടിച്ച് ഞാനും തീർത്തൊന്ന് കൊടുത്തെന്ന് പറഞ്ഞ്. പിന്നെ പുള്ളി ഇന്ന് വരെ പുള്ളിയും തല്ലിയിട്ടില്ല, ഞാനും തല്ലിയിട്ടില്ല. ഞങ്ങൾ വളരെ സമാധാനമായിട്ടാ പോകുന്നത്. എന്നോട് പറഞ്ഞായില്ല. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതിൽ ആളിപ്പോഴും ഉണ്ട്. കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴേ എന്തോ കാര്യം പറഞ്ഞപ്പോ ഒറ്റയടി ഞാനും ഒരടി തീർത്ത് കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഇന്ന് വരെ പുള്ളിയും തല്ലിയിട്ടില്ല, ഞാനും വളരെ സന്തോഷമായിട്ടാ പോകുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും മേല് നോക്കുകയല്ലേ. അങ്ങനെ ഒരമ്മ 10 മാസം നൊന്ത് ചുമന്ന് നൊന്ത് പ്രസവിച്ചു വളർത്തിയതുപോലെ എന്നെ എൻ്റെ അമ്മ. ഞാൻ പെണ്ണായെന്നേ ഉള്ളു, പുള്ളി പോകുന്ന എല്ലാവർക്കും ഒരുപോലല്ലേ. മിണ്ടുന്നില്ല. ഇന്നിപ്പോ ചില സഹോദരൻ വീട്ടോട്ടൊന്നും ചെയ്യലല്ലേ, ഞാൻ കുറെ നാളായി. ഇത് സമാധാന സുവിശേഷമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സ്വസ്ഥത കിടത്തി എത്രയോ സഹോദരന്മാര് ഈ സുവിശേഷത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് എന്ത് സമാധാനമുണ്ടായി. എനിക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും തിരുവനന്തപുരംകാരാകുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയാമല്ലോ. എന്തിനാ ദൂരോട്ട് പോകുന്ന? ചെങ്കൽച്ചൂള. ഒരു കാലത്ത് പോലീസുകാർക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റുകയില്ലായിരുന്നു, അത്രയ്ക്ക് ഭീകരാന്തരീക്ഷമാണ്. പക്ഷേ ഈ സമാധാന സുവിശേഷം ചെങ്കൽച്ചൂളയിലും ചെന്നു. എത്ര സഹോദരന്മാര് ആടെ രക്ഷിക്കപ്പെട്ട് അടി നിർത്തി, ബഹളം നിർത്തി, കുടി നിർത്തി, എല്ലാം നിർത്തി. എന്റെ ഭാഷ പറഞ്ഞ എത്ര മര്യാദരാമന്മാരായിട്ടാണ് ജീവിക്കുന്നത്. പോലീസിന്റെ ലാത്തിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തതാ സുവിശേഷം ചെയ്തത്. പട്ടം താണുപിള്ളയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാ സുവിശേഷം അവിടെ ചെയ്തത്. ആർ ശങ്കറിനും പട്ടം താണുപിള്ളയ്ക്കും, ഒന്നാമത്തെ മന്ത്രിസഭ ഇ എം എസിന്റെ മന്ത്രിസഭയ്ക്കും പട്ടം താണുപിള്ളയ്ക്കും, പിന്നെ ഇങ്ങോട്ട് എത്ര മുഖ്യമന്ത്രിമാര്, കെ കരുണാകരൻ മിടുമിടുക്കനല്ലായിരുന്നു, ഉമ്മൻചാണ്ടി അവർകൾ, എ കെ ആന്റണി, ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാര്, നയനാർ സർക്കാർ, അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാ സുവിശേഷം അവിടെ ചെയ്തത്. വയലാർ രവിയുടെ പോലീസിന് പോലും ചെയ്യാൻ പറ്റാത്തത്. ഒരിടയ്ക്ക് മുദ്രാവാക്യം വയലാർ രവിയുടെ, നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ, ഇതൊക്കെ പറഞ്ഞതാ. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തതാ സുവിശേഷം അവിടെ ചെയ്തത്. ദൂരോട്ടൊന്നും പോകേണ്ട, ഈ ജില്ലയിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നേ. അങ്ങനെ ഈ മൈക്ക് കൊടുത്താൽ എത്രയോ പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. ദൈവത്തിന് മഹത്വം. അനേകർക്ക് പേടി സ്വപ്നമായിരുന്നു. പക്ഷേ സമാധാന സുവിശേഷം അവിടെ ചെന്നു. 100 കണക്കിന് പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇതിപ്പം 2 വർഷം കൂടെ പറയണം. ഇപ്പൊ ഈ സഭക്കാരെല്ലാം കൂടെ അങ്ങോട്ട് കയറി പറ്റിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. IPC, കർച്ചക്കോട്ടെ, അസംബ്ലി ഉച്ചക്കോട്ടെ, ഷാരോന്, അതേ കുന്തം, കോടാലി എല്ലാം കൂടെ ചെന്ന് ചർമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും മിണ്ടരുത് ഇങ്ങോട്ടും മിണ്ടരുത് എന്ന് ഞാൻ പറയുന്നത്. സുവിശേഷം സമാധാനം താരുന്ന മാർഗമാണ്. യേശുനായകൻ സമാധാന
നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരുന്നൻ മനമേ എന്തിനാകൂലം കലരുന്നൻ മനമേ യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരുന്നൻ മനമേ എന്തിനാകൂലം കലരുന്നൻ മനമേ. അപ്പൊ ശരിക്ക് ശ്രദ്ധിക്കുക, സുവിശേഷം സമാധാനത്തിന്റെ മാർഗം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ സുവിശേഷം വന്നാൽ സമാധാനമുണ്ടാകും. ഒരു ഭവനത്തിൽ ഈ സുവിശേഷം എത്തിയാൽ ആ ഭവനത്തിന് സമാധാനം. ഒരു ദേശത്ത് ഈ സുവിശേഷത്തെ ഉയർത്തിയാൽ ദേശത്തിന് സമാധാനമാണ്. സുവിശേഷ റാലിയൊക്കെ ചിലർ നടത്തും, വിശേഷിച്ച് മൺമറഞ്ഞ ആശാരി ഉപദേശിയുടെ സുവിശേഷ റാലി. അതൊക്കെ അന്ന് സജീവമായിട്ട് പങ്കുകൊണ്ടതാ കർത്തൃദാസ്. ഞാനും കൂടിയിട്ടുണ്ട്. എന്തോ സമാധാനമാണ്. റോഡിന്റെ ഒരു സൈഡിൽ കൂടെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, ഇല്ലേ, പോലീസും വേണ്ട, പട്ടാളവും വേണ്ട, വണ്ടിയും തടയുന്നില്ല. ഇപ്പൊ അങ്ങനാന്നോ? ഇപ്പോഴത്തെ ചിലതൊക്കെ കണ്ടിട്ടില്ല. നമ്മൾ റോഡങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവന്റെ വല്യമ്മയുടെ കുടുംബസ്വത്താ, എന്റെ വല്യമ്മയ്ക്ക് എഴുതി കൊടുത്തതാ. MC റോഡും ഹൈവേയും അല്ല. മനസ്സിലാ കാര്യമാണ്. നിങ്ങളൊന്ന് സഹകരിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സമാധാനം. നമ്മളൊരു ഓരം ചേർന്നല്ലേ പോകുന്നത്. ഒരു പരസ്യവും നടത്തിയാൽ ഏതെങ്കിലും കടത്തുന്നതിലോ ഒരു മൂലക്കോ അല്ലെ ഒരു മരത്തിന്റെ ചോട്ടിലോ, നമ്മുടെ ആൾക്കാർ മിക്കവരും ആളില്ലാത്തടത്താ പരസ്യവും നടത്തുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടിയപ്പോ ആരുമില്ല. അത്രയ്ക്ക് സമാധാനം ഉണ്ടാക്കുന്നവരാണ് നമ്മൾ. സ്തോത്രം. എന്ത് സമാധാനത്തോടെ. ഇപ്പൊ തന്നെ ഈ യോഗത്തിനാണെങ്കിൽ ഇവിടെ പോലീസിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് പല കാര്യമുണ്ട്. മാല പൊട്ടിക്കാൻ ഇവിടെ ആള് കയറുകയല്ല, കാരണം ഒന്നിന്റെയും കയ്യിൽ ഇല്ല. അയൽക്കൂട്ടത്തിന് കാശ് കടമെടുത്തേക്കാ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ സഹോദരി സഭായത്തിനിടെ ഞാൻ പറ്റി എവിടെ പോകും, എന്റെ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചാൽ പിന്നെ അയൽക്കൂട്ടത്തിന് കാശ് എടുത്തേക്ക് ഇവിടെ ആരാധനയാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെ പെണ്ണുങ്ങൾ തന്നെ ഇവിടെ മാല പൊട്ടിക്കാൻ ആള് കയറുകയല്ല, കാതർത്തോണ്ട് പോവുകയല്ല. വീട്ടിൽ ഉരുണ്ട് കയറി അവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇല്ല, കാശ് അതിനകത്ത് അവിടെ ഇല്ല. എന്ത് സമാധാനമാണ്. കഥകഞ്ഞെല്ലാം മൊത്തം തുറന്നിട്ടേച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്തോടത്തോണ്ട് പോകാനാ? കയറി വരുമ്പോൾ 2 പാട്ടുപുസ്തകവും ഉൽപ്പത്തിയും വെളിപ്പാടും ഇല്ലാത്ത 2 ബൈബിളും ഇതൊക്കെ ആയിരിക്കുന്നു. അഥവാ കീബോർഡ് മേളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച സ്വോത്രകാഴ്ച ഇടാൻ ചവുണ്ട 10 രൂപയുടെ നോട്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്ത് സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. ഇത് സമാധാന സുവിശേഷമാണ്. പെന്തിക്കോസുകാരുടെ വീട്ടിൽ അങ്ങനെ അധികം കള്ളം കയറുന്നതായിട്ട് അതെന്നാ? വിരുന്നുകാരുടെ വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. ഏത് വിരുന്ന്? ദൈവത്തിന് മഹത്വം. ഇത് സമാധാന സുവിശേഷമാണ്. രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ സുവിശേഷം. ഞാനേ പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ സഭകളിലോട്ടൊക്കെ ഒന്ന് കയറി വന്നോ, ആമേൻ, അതിനകത്തൊരു ആയുധവും ഇല്ല. ഞങ്ങൾ ആരാധന നടത്തുമ്പോൾ ഇത് ഗവൺമെന്റിനോടും കൂടാ പറയുന്നത്.
ഞങ്ങൾ ആരാധന നടത്തുമ്പോൾ ഞങ്ങൾ ആരാധിക്കുന്ന സഭാകളിൽ കയറി വന്ന ഒരു പേനാക്കത്തി പോലും കിട്ടുകയില്ല. കിട്ടും. മുമ്പേ പറഞ്ഞതുപോലെ ഒരു വശം പൊട്ടിയ 2 തമ്പേറ്, അത് പണ്ട് മേടിച്ചതാ, കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മാറാലയും ചുക്കലിയും പിടിച്ച 3-4 മേശയും ഒക്കെ കാണുന്നത്. അടി നോക്കിയാൽ മതി, ചുക്കലിയാ, തൂക്കത്തൊന്നുമില്ല. ചിലര് കാലിളകിയ 2 കസേരി, എല്ലായിടത്തും അല്ലെങ്കിലും. ഞങ്ങളുടെ സഭാകളിൽ കയറിയാൽ ആയുധം ഒന്നും എടുക്കാനൊക്കത്തില്ല. ഒരു ബ്ലേഡ് പോലെ നിനക്ക് കിട്ടുകയില്ല. ഇവിടെ വന്നാൽ കിട്ടുന്നത് പാഠപുസ്തകം കിട്ടും, മുമ്പേ പറഞ്ഞ പോലെ ബൈബിള് കിട്ടും. ക്യാബില്ലാത്ത 3-4 പേരായും കാണും. സ്തോത്രം. ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാ ഇവിടെ എന്തെല്ലാം ഉണ്ട്. ഒരായുധം ഇവിടെ എടുക്കാവോ? ഞങ്ങളോട് കർത്താവ് പറഞ്ഞത് വാളുറയിലിടാന്. അത് എടുക്കരുത്, എടുക്കുന്നവൻ അതിനാലെ തീരും. ആയുധമൊന്നുമില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കുലുങ്ങി ഏതാണ്ടെല്ലാം പറഞ്ഞു, അതാ ഞങ്ങളുടെ ആയുധം. അവര് ചോദിക്കുക, ഇതുങ്ങളെല്ലാം നീ വിറയ്ക്കുന്ന എന്നാണ്? നീ വടിവാൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിറയ്ക്കും. നിന്റെ വടിവാളിനെ താഴെ കിടന്ന ആയുധമായി ഈ ആയുധം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇടികട്ടെ, നെഞ്ചക്കും ബോംബും നാടൻ ബോംബും അടിവാളും ഇങ്ങനെ ഓരോ ആയുധവും ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങളുടെ ആയുധമായി കാണുന്നത് അല്ല, അവൻ കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. ചെല്ലി ചോദിക്കല്ലേ, പാട്ട് പാടുമ്പോൾ തീരുന്ന മുറിക്ക് ഇതുങ്ങളെല്ലാം ഇങ്ങനെ, അതാ ഞങ്ങളുടെ ആയുധം. ഈ ആയുധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ആയുധത്തെ തോൽപ്പിക്കാൻ വേറൊരു ആയുധമില്ല. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി, രക്ഷകന്റെ ശിരസ്സിനും പേറി ആത്മാവിന്റെ വാളെടുത്ത്, പ്രൈസ് ദി ലോർഡ്. സത്യം കെട്ടുമീൻ, സത്യം കെട്ടുമീൻ, അരയ്ക്കു കെട്ടുമീൻ, കവചം ധരിപ്പീ, സത്യം കെട്ടുമീൻ. ഇങ്ങനെയാണ് എല്ലാരും കെട്ടും. സത്യം കെട്ടുമീൻ, സത്യം കെട്ടുമീ, അരയ്ക്കു കെട്ടുമീ, കവചം ധരിപ്പീ, രക്ഷയാൻ രക്ഷയ ശിരസ്ത്രം ധരിപ്പീ, രക്ഷയാൻ രക്ഷയ ശിരസ്ത്രം ധരിപ്പീ, ആത്മാവിൽ ധരിപ്പീ, ആത്മാവിൽ ധരിപ്പീ. വിശ്വാസികളെ, വിശ്വാസികളെ ഉയർത്തിടുവീ ജയത്തിൻ കോടികൾ. വിശ്വാസികളെ, വിശ്വാസികളെ ഉയർത്തിടുവീ ജയത്തിൻ കോടി. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ആയുധങ്ങൾ ജഡീകമല്ല, കോട്ടകൾ ഇടിക്കുന്ന ദൈവശക്തിയാണ്. എന്താ ഇതൊക്കെ പറഞ്ഞത്? സുവിശേഷ സമാധാനം തരുന്ന മാർഗമാണ്, ആയുധമെടുക്കുന്ന മാർഗമല്ല, അന്യോന്യം കുത്തിക്കൊല്ലുന്ന മാർഗമല്ല, മറ്റുള്ളവന്റെ പെടലി കണ്ടിക്കുന്ന മാർഗമല്ല. നമ്മൾ ചില വാക്യങ്ങളൊക്കെ കേട്ടിട്ടില്ലയോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി ഇക്കളി. ഞങ്ങൾ പറയുകയല്ല, എന്നാ ഇപ്പൊ നമ്മുടെ ഇടയിൽ ആരാണ്ട് പറയുന്നൊക്കെ കേൾക്കുന്നു. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു ഭ്രാന്തല്ലാത്ത ഇടാൻ നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാ. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുക. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക. ദാവീദ് ഗോലിയാത്തിന് നേരെ എന്നപ്പോ ഗോലിയാത്ത് പറഞ്ഞു, നീ വാള് വടിയൊക്കെ ആയിട്ട് വരാൻ ഞാൻ എന്തോടെ നായാന്നോ? അപ്പൊ ദാവീദ് പറഞ്ഞത്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാ ഞാൻ വരുന്നേ.
എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, അത്ഭുതങ്ങൾ നടക്കുന്ന നാമം, അതിശയം പ്രവർത്തിക്കുന്ന നാമം. ഇന്ന് രാത്രി ആ നാമമാണ് നമ്മുടെ ജയം. ദൈവത്തിന് മഹത്വം. ദീർഘമാക്കുന്നില്ല. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? എല്ലാരും കേൾക്കണം. സുവിശേഷത്തിന്റെ വിശേഷത അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഒന്ന്, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. എഫേസ്യ ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇരുപക്ഷത്തെ ഒന്നാക്കിയെന്ന് അല്ലേ? ഇരുപക്ഷത്തെ ഒന്നാക്കി. എന്നിട്ട് വേർപാടിൽ നടിച്ചവര് ഇടിച്ചങ്ങ് കളഞ്ഞു കാൽവറിയിലെ പരമയാഗത്താണ്. ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ യഹൂദനും യവനനും രണ്ടിനെ ഒന്നാക്കി. സുവിശേഷം ഭിന്നിപ്പിക്കുന്ന മാർഗമല്ല, ഒന്നാക്കുന്ന മാർഗമാണ്. ഒരു വീട്ടിലെ അമ്മായിയമ്മയും മരുമകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും സുവിശേഷം ചെന്നാൽ രണ്ടുകൂടെ ഒന്നാകും. എന്നാൽ ചില ആൾക്കാർ കുരുക്കുപ്പിച്ചേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അമ്മയെ വിളിച്ചേച്ച് പറയും, തള്ളെ നിങ്ങളെ വിട്ടുകൊടുക്കുമെന്നുണ്ട്. അവൾ ഈയിടെ വന്നവളാ, നിങ്ങളെ തന്നെ പറയാനാണ്. തള്ളെ അന്നേരം തന്നെ നൈതി ഞാൻ എടുത്ത് കുത്തിയേച്ച് നിൽക്കുക അവളെ കൊടുക്കാൻ. അതുകൊണ്ട് ആ ആള് തന്നെ മരുമകളോട് എന്ന് പറയും, നീ ഒട്ടും വിട്ടു കൊടുക്കണ്ട, തള്ളേനെ വരച്ച വരെ നിർത്തണം. ഇവരെന്തിനാണ് നീ ആകുന്നത്? അവളും ഇതൊക്കെ തന്നെ. സുവിശേഷം അങ്ങനല്ല. സുവിശേഷം ചെന്നാൽ, സുവിശേഷകർ ചെന്നാൽ അമ്മയോട് പറഞ്ഞു കൊടുക്കണം, അമ്മേ മരുമകളായിട്ട് കാണരുത്, ഇവരെ മോളെ പോലെ കാണണം. മോള് വല്ലപ്പോഴും വന്ന് 1 കിലോ മുന്തിരിങ്ങ കൊണ്ടുപോകും, അവള് തന്നെ തിന്നേച്ച് പോവും. മരുമകളാ കൂടെ നിർത്തുന്നത്, അവളാ വെള്ളം തരണ്ടേ. അതുകൊണ്ട് മരുമകളായിട്ട് കാണട്ടെ, മോളെ പോലെ. അതുപോലെ അപാകത വന്ന അമ്മ ക്ഷമിക്കും, അമ്മയല്ലേ ക്ഷമിക്കണ്ടേ. ഇതാ പറഞ്ഞു കൊടുക്കണ്ട. മരുമകളോട് എന്ന് പറഞ്ഞാൽ, എടി അമ്മയെ ബഹുമാനിക്കണം കേട്ടോ. നിന്റെ ഭർത്താവിനെ നീ ഇപ്പോഴാ കണ്ടത്. അവനെ പെറ്റുവളർത്തി കഷ്ടപ്പെട്ട അമ്മയെ അവരെ വേദനിപ്പിക്കരുത്. ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കുകയല്ല, നന്നായിട്ട് അവരെ ശുശ്രൂഷിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇങ്ങനെ പറയും, തള്ള ചവിട്ടിയാ പിള്ളയ്ക്ക് കേടില്ലെന്ന്. തള്ള ചവിട്ടിയാ പിള്ളയ്ക്ക് കേട്. ഇതൊക്കെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഒരു സഭയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ സഭയെ യോജിപ്പിക്കണം. ബ്രദർ ക്ഷമിച്ചാട്ടെ, അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, പക്ഷെ ബ്രദർ മൂത്തതല്ലേ, ക്ഷമിക്കും. ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. ചെറുപ്പക്കാരന് പറഞ്ഞ, ഇടേ പുള്ളി അഥവാ എന്തെങ്കിലും പറഞ്ഞ, പുള്ളി മൂത്തയാളല്ലേ, ഇളയ നീയല്ലേ ക്ഷമിക്കണ്ടേ, പ്രായമുള്ളവരെ ബഹുമാനിക്കണ്ടേ. ചിലപ്പോൾ ഓർമ്മ കേടുകൊണ്ടോ അന്നേരത്തെ പിടിവാശി കൊണ്ട് പറഞ്ഞ ക്ഷമിക്കേ. ഇതാ പറഞ്ഞു കൊടുക്കണ്ടേ. അല്ലാതെ നീ അപ്പുറം ഒരു സഭ തുടങ്ങിക്കോ, നീ ഇപ്പറയും തുടങ്ങിക്കോ, രണ്ടിടത്ത് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തോളാം, 2 കൺവെൻഷന് ഞാൻ തന്നെ വന്ന് രണ്ടിടത്ത് നിന്ന് കിട്ടുമല്ലോ. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. ഇത് എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ പാകം പെടാം. എപ്പോഴാ പ്രസംഗം നടത്തേണ്ടത്? സമയമുണ്ട്. ഇത് ഞാൻ നിർത്തില്ല. അപ്പൊ സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത, മോളെ ഒരു വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3ാമത്തെ വാക്യം വായിച്ചേ. ഇതെല്ലാം അറിവുള്ള വാക്യമാണ്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ. അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, പ്രത്യാശ. ഒന്നുകൂടെ വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. മതി പ്രത്യാശ. അപ്പം സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗം.
2, സുവിശേഷം സമാധാനം തരുന്ന മാർഗം. 3, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. എന്തുവാ പ്രത്യാശ? പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പദം ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ്. 2:11 വായിച്ചേ മോളെ. തീത്തോസ് 2:11. അവിടെ ഭാഗ്യകരമായ പ്രത്യാശ എന്നാ വായില്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി. ഭാഗ്യകരമായ പ്രത്യാശ മതി. അപ്പോൾ ഈ സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. എന്തുവാ പ്രത്യാശ? 1-2 കാര്യം പറയാം, എല്ലാം പറയാൻ നേരമില്ല. ഒന്നാമത്തെ പ്രത്യാശ, യേശു പോയതുപോലെ വീണ്ടും വരും. ഇങ്ങനെ വരുമെന്നും പറഞ്ഞ് ആരും പോയിട്ടുമില്ല, പറഞ്ഞാട്ട് വരത്തുക. അവർക്കറിയാൻ വരികയല്ലെന്ന്, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. യേശുക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോയച്ച് തിരിച്ചു വരുമെന്ന്. തന്നെയല്ല, കർത്താവ് വളരെ സ്പഷ്ടമായിട്ടാ പറഞ്ഞത്, കാര്യമല്ല. ഞാൻ എപ്പോഴും പറയും, കർത്താവിന്റെ ജീവിതത്തെയും ശുശ്രൂഷയും പഠിച്ചേ. യേശുക്രിസ്തു ഇങ്ങോട്ട് വന്നത് തന്നെ മരിക്കാനാ. അതെ, അവിടുന്ന് കൂടെ കൂടെ പറഞ്ഞായിരുന്നു മരിക്കാനാ വന്നെന്ന്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാച്ചാ നമ്മളൊക്കെ വല്ലപ്പോഴും ചോദിച്ചാ ഞാൻ മിക്കവാറും പോകും. എന്നാലും യോഗം കഴിയുമ്പോ പറഞ്ഞു, കർത്താവ് അറിയാതെ പറഞ്ഞു ഇപ്പോഴൊന്നും എടുക്കറിയാം, അറിയാമേ നേരത്തെ ഉണർവിന് കയറി ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മളും പറയും മിക്കവാറും. ഞാൻ ഉടനെ എന്നാലും വീട് പണി തീർന്നിട്ടില്ല, പിള്ളേരുടെ കല്യാണം നടക്കണം, കൊച്ചുങ്ങൾ പേർച്ചയിലൊന്ന് പോയി പറ്റുന്നെങ്കിലും വണ്ടി എടുക്കുന്നത് പറഞ്ഞില്ല, വണ്ടി ഇരുന്നേച്ചെങ്കിലും വേണം എനിക്ക്. ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ വന്നത് ജീവിക്കാനാ, ഇല്ലയോ? എല്ലാരും ജീവിക്കാൻ വന്നതാ. മരിക്കാനൊട്ടും മനസ്സുമില്ല. ഉണ്ടോ? ഒരു വിപ്ലവ ഗാനത്തിന്റെ വരിയാ, നിങ്ങളും കേട്ടോ, മരിക്കാൻ ഞങ്ങൾക്ക്. കേട്ടിട്ടില്ലേ? എങ്ങനെയാ അത്? ഞാൻ മോനെ അറിയാമോ? നിങ്ങളെല്ലാം സിയോൻ ഗീതാവിൽ മാത്രം പാടുന്നത് കൊണ്ട് അതാ. അതാ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക്. പക്ഷേ മരിക്കാൻ മനസ്സിലെന്ന് പറഞ്ഞ് എഴുതിയ പുള്ളി മരിച്ചു, ഏറ്റുപാടിയവരും മരിച്ചു, ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നവരും മരിക്കും. പക്ഷേ മരിക്കാനായിട്ട് വന്ന ഒരുവനുണ്ട്, അത് യേശുക്രിസ്തുവാ. കർത്താവ് അത് പറഞ്ഞാ എപ്പോഴും അങ്ങ് ഇങ്ങനെ അടിച്ചേക്കുന്നേ, പറഞ്ഞു തുടങ്ങിയെന്ന, പറഞ്ഞെന്നല്ല. അപ്പൊ അന്ന് മുതൽ ഇതങ്ങ് പറയുക കൂടെ. ഒരു വാക്യം വായിച്ചെത്തുള്ളൂ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പോ ഒപ്പിച്ചതാന്ന് തോന്നുന്നു. താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു, ഞാനിപ്പോ ഒപ്പിച്ചാന്ന് ഓർത്താന്ന്. എന്നാ ദൈവദാസൻ തന്നെ വായിച്ചു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 തോന്നുന്നു. ഒന്ന് വായിച്ചു. അന്ന് മുതലും തന്നെ തന്നെ വായിക്കാം. ഇതിനകത്തൂടെ വായിക്കാം. അന്ന് മുതൽ യേശു യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു, കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്ന. പ്രസ്താവിച്ചു പരുവക്കാടായെന്നല്ല. ആദ്യം വായിച്ചത് അന്ന് മുതൽ, ഒടുവിൽ വായിക്കുക പ്രസ്താവിച്ച് അന്ന് മുതൽ ഇത് പറയാൻ തുടങ്ങി. അന്ന് മുതൽ തുടങ്ങി പറയാൻ, ഞാൻ മരിക്കാൻ പോവാന്ന്. നമ്മൾ വല്ലപ്പോഴും ഒന്ന് പറയാം, പിള്ളേരെ ഞാൻ ഇനി അധിക നാൾ കാണുമെന്ന്.
എന്നും അങ്ങ് പറയുമോ? ആ, നല്ല ചേലായി. യേശു കർത്താവ് അന്ന് മുതല് പറഞ്ഞ് തുടങ്ങി. മർക്കോസ് 8:31 തോന്നുന്നു. ഒന്ന് വായിച്ചേ മോളെ. മനുഷ്യപുത്രൻ, അത് തന്നെ, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അതും തുടങ്ങിയെന്നാ മോളെ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 വായിച്ചേ. അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും, പരിഹാസം, അപമാനം, തുപ്പല്, തല്ല്, കൊല്ലുന്നു. പിന്നെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കണ്ടോ എങ്ങനെയുണ്ട്? മത്തായി 7:22 തോന്നുന്നു. വായിച്ചേ. 17:22 വായിച്ചു. മത്തായി 17:22. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒത്തിരി വാക്ക്, ഇനിയൊന്നും ഒത്തിരി വാക്ക്. ഇപ്പൊ ഇത്ര പോരെ? 3-4 വായിപ്പിച്ചില്ലേ? ഇത് തന്നെ കൂടുതലാണ്. എന്തിനാ ഈ വായിപ്പിക്കുന്നറിയാവോ? 2 കാര്യമാണ്. ചില ആൾക്കാര് എന്നെ പറ്റി പറഞ്ഞ് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. അച്ചായൻ പറഞ്ഞെന്നല്ല, നിങ്ങൾ പറഞ്ഞെന്നുമല്ല. ചില പോട്ടെ, അയാൾക്ക് ബെവരവും വെളിവും ഒന്നും ഉള്ളവനല്ല. അയാൾ വായി വരുന്നതല്ല. അപ്പൊ ഞാൻ ഈ വായി വരുന്നതല്ല ഇതിനകത്ത് പറയുന്നെന്ന് അറിയിക്കാനാ വായിപ്പിച്ചു. പിന്നെ 2, ഇതുള്ളത് തന്നെയാണെന്ന് കൂടെ തെളിയിക്കുക. ഈ വായിച്ച വാക്യത്തിലെല്ലാം യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ വന്നവനാ ക്രിസ്തു. ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നവരാ, ഇല്ലേ? അതെ, നമ്മള് ജീവിക്കാൻ വന്നതിനുള്ള തെളിവ് എന്നാക്കെയാണ്? ഞാൻ 1-2 തെളിവ് പറയാ, ഇഷ്ടമുണ്ടെ ചോദിച്ചാൽ മതി. കാപ്പി കൊണ്ട് കൊടുക്കുമ്പം പഞ്ചസാര വേണ്ട. എന്നാ കാരണം? ഷുഗറൊന്നുമല്ല, കുറച്ച് നാളൂടെ അതാ കുറച്ച് നാളൂടെ. രാത്രി കുറച്ച് ചോറും അതിന്റെ കടത്ത് വേണ്ട, 2 ചപ്പാത്തി. അതെന്നാ? കുറച്ച് നാളൂടെ. ഞാൻ സഹിതം, നിങ്ങൾ സഹിതം വെളുപ്പിനെ കണ്ടിട്ടില്ലേ? എന്നാ അതിന്റെ അർത്ഥം? ഉറക്കെ പറ മോനെ. കുറച്ച് നാളൂടെ ജീവിക്കണം. നമ്മൾ കഴിക്കല്ലേ ബ്ലസൻ എന്തിയേ? അവൻ ജിമ്മിലുണ്ട്. അതെന്നാ? കുറച്ച് നാളൂടെ. കടയിൽ പോയി സാധനം മേടിക്കുക, അല്ലെ റോഡിൽ വിൽക്കുന്നവരോട് മേടിക്കുക. എന്തോ വിലയാ അത്? 200 രൂപ. 200ഓ? സാറേ ജീവിക്കണ്ടേ, ഇല്ലേ? എന്നെ തുറച്ചു നോക്കുന്നത് ഉള്ള കാര്യമായി പറയാൻ. ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കാൻ വന്നവരാ. എന്നാൽ മരിക്കാൻ വന്ന ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തുവാ. സ്തോത്രം. ദുഷ്കൃതമാംബിച്ചബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാംബിച്ചബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഈ കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. ഈ കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ.
നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകമാകെ ഉത്തരിപ്പതിന് കന്യകയിൽ ഗാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ. അപ്പൊ ശ്രദ്ധിക്കുക, മരിക്കാൻ വന്ന വ്യക്തിയാ യേശു. ഇടയ്ക്ക് കയറി ഒന്ന് രണ്ട് കാര്യം പറയാം. എല്ലാവരുടെയും മരണം പോലല്ല യേശുവിന്റെ മരണം. അതിന്റെ ഒരു കാര്യം തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. നമ്മുടെ പല ആൾക്കാരും മരിച്ചിട്ടുണ്ട് തിരുവെടുത്ത് പറഞ്ഞ പോലാന്ന്. യേശുക്രിസ്തു മരിച്ചത് തിരുവെടുത്ത് പറഞ്ഞതുപോലെ. 15:3 വായിച്ചേ മോളെ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. മതി തൊളിഞ്ഞല്ലോ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. അപ്പോ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത തിരുവെഴുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്. അതുകൊണ്ട് ഈ മരണത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറയുന്നത് പോലെ ലോകത്തിൽ ആരുടെ മരണമാണ് പറയുന്നത്? ഇന്ന് രാത്രി എത്ര സ്റ്റേജിലാ യേശുവിന്റെ മരണം പറയുന്നത് ഇല്ലേ? ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മരിച്ചു. എല്ലാ ദിവസവും പറയുന്നുണ്ടോ? അദ്ദേഹം നല്ല മനുഷ്യനാ, അഹിംസ സിദ്ധാന്തം. ബ്രിട്ടീഷുകാരൻ ബൂട്ടിട്ട് ചവിട്ടിയപ്പോ ചോദിച്ചു, എന്തെങ്കിലും വേദനിച്ചു വന്നു. പക്ഷെ ആ നല്ല മനുഷ്യന്റെ മരണ ദിവസമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. ഗാന്ധി സമാധി അല്ലേ? അന്ന് ചുമതലപ്പെട്ടവര് കൊടിയൊക്കെ അതിന്റെ നിലയിൽ കെട്ടി ഒരു ദുഃഖ ഒരു പാട്ടുമൊക്കെ ഉണ്ട്, രഘുപതി രാഘവ ഒരു ശീല പാടാൻ അറിയാമോ? എന്നാ വേണ്ട. നമ്മുടെ രാഷ്ട്രപതി വരും. ഷാജമാനക്ക് അറിയാമോ? ഒന്നില്ലേ, ഒരു വരി ഒന്ന് പാടിക്കും. നമ്മുടെ രാഷ്ട്രത്തിന്റെ അല്ലേ? മൈക്ക് കൊടുക്കുക. പക്ഷെ അങ്ങോട്ട് കൊച്ചു പാടത്തുമില്ല, മൈക്ക് കൊടുക്കുകയില്ല. കൊടുക്ക. തെറ്റുകാരനെ ക്ഷമിക്കണം, ഞങ്ങൾ രണ്ടും പാടും. ഞങ്ങൾക്ക് ആ പാട്ടല്ലല്ലോ എപ്പോഴും പാടുന്നത്. അതുകൊണ്ട് അഥവാ എന്തെങ്കിലും അപാകത വന്ന ക്ഷമിക്കണേ. ഒരു വരി പാടിക്കും. ഞാൻ വെള്ളം കുടിക്കാനോ? രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാ പതിത പാവന സീതാരാം. വളരെ നന്നായിരിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ രാഷ്ട്രപിതാവ്, അഹിംസാ സിദ്ധാന്തം അറിയാമല്ലോ. ആ വന്ദ്യനായ ബഹുമാന്യനായ ആ മഹാത്മജി മരിച്ച ദിവസമാണ് നമ്മൾ പലരും ഓർക്കുന്നത്. ആ ഒരു ദിവസമേ അത് ഓർക്കുകയും അത് ഓർക്കുമ്പോ തന്നെ മരണത്തിന്റെ കാര്യമൊന്നും അധികം വിശദീകരിക്കുകയല്ല. അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറയുന്നത്. സ്തോത്രം. ഇന്ദിരാജി മരിച്ചു എന്ന് ഓർക്കുന്നില്ല. രാജീവ് ഗാന്ധി മരിച്ചു എന്ന് ഓർക്കുന്നില്ല. അന്നേ ദിവസം കേരളത്തിൽ അന്നേ മനോരമയിൽ ഒരു ഫോട്ടോയും അല്ലേ, അന്ന് ഓർക്കും. അമേരിക്കൻ പ്രസിഡന്റുമാര് മരിച്ചു
അന്ന് ഓർക്കും. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയുടെ പ്രധാന ആളാണല്ലോ പോപ്പ് മരിച്ചു. ഏതാണ്ട് 8 ദിവസം ദുഃഖാചരണം ഇപ്പോഴും ഉണ്ട്. എന്നാലും അത് എല്ലാ ദിവസവും കാണുകയില്ല. അതിന് മുമ്പ് മരിച്ചായിരുന്നല്ലോ ജോൺ പോൾ 2 എന്ന് ഓർക്കുവോ? അവർക്കാണ് എന്നും ഓർക്കാൻ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ സഭയുടെ നേതാവ് മരിച്ചെന്ന് ഓർക്കുകയാണോ? മരിച്ചത് നന്നായി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആയാലും പോയി കിട്ടിയല്ലോ. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്. 2, ഈ മരണത്തെ പറ്റി എന്നും പറയല്ലേ. വിശേഷിച്ച് ഇങ്ങനെയുള്ള സുവിശേഷ സ്റ്റേജുകളിലെല്ലാം മറ്റാരുടെ മരണത്തെ പറ്റിയാ ഇതുപോലെ എന്നും പറയുന്നേ? എന്നുമാണോ? എല്ലായിടത്തും. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം, അവിടുത്തെ തിരുമരണത്തെ ഓർക്കാത്ത ഒരാഴ്ചയുണ്ടോ? ഒരാഴ്ചയുണ്ടോ? ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പം ആണ്ട് ഒരുക്കി വെച്ചിരിക്കുക എന്താ? തിരുമേശ. ചിലയിടങ്ങളിലൊക്കെ വെള്ള തുണിയിട്ട് മൂടി, അതെല്ലാം വളരെ തിരുമേശയൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ചില ഒക്കുന്നത് പോലെ ഇട്ട് ഒപ്പിക്കുന്ന കാണാം. ഒരിക്കൽ അപ്പം നുറുക്കിപ്പോ ഒരുത്തൻ ചോദിച്ചു, സാധനം കിട്ടിയോ എന്ന്. വെളിവില്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. വിരിച്ചൊരുക്കിയ വന്മാളിക, അവിടെ പെസക, അതിനോട് ചേർത്ത ഈ കർമ്മം സ്ഥാപിച്ചത്. വിരിച്ചൊരുക്കണം. അത് നമുക്ക് ആ ഭാഗം ഒന്ന് വിട്ടേക്കാം. എല്ലാ ഞായറാഴ്ചയും അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കാണുകല്ലേ, ഭക്തരുടെ യോഗം എനിക്കിമ്പം, അതാൽ ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തരുടെ യോഗം എനിക്കിമ്പം, അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. അതിൽ കർത്തൃമേശയോടാണ്ടേയും നേരമുൾ പാടാൻ എടുത്ത് പാടാൻ മേല. അപ്പം കർത്തൃമേശ ഒരുക്കി വച്ചിരിക്കുക. കേറി ചെല്ലുമ്പം ഇത് കാണുക. അല്ല, ഉപദേശം അവിടെ നിൽക്കട്ടെ. ഏത് പള്ളിയിലാ കർത്താവിന്റെ കഷ്ടാനുഭവം ഓർക്കാത്ത ഞായറാഴ്ച? മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്, തോന്നിയതുപോലെ മരിച്ചതല്ല. സ്തോത്രം. 2, ഈ മരണം എല്ലായിടത്തും പ്രസംഗിക്കുകയാണ്. ലോകത്തിൽ എല്ലായിടത്തും ഈ മരണമാ പ്രസംഗം. അമേരിക്ക രാജ്യങ്ങളിൽ എന്ന് വേണ്ട, മനുഷ്യൻ എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് പ്രസംഗിക്കുക. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. ഈ മരണത്തെ ഓർക്കാത്ത ഒറ്റയാഴ്ചയുണ്ടോ? എന്തിനാ ഒറ്റയാഴ്ച? എല്ലാ ദിവസവും ഓർക്കുമല്ലോ. എന്റെ അനുഭവം പറയാം. രാവിലെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമ്പോഴേ നമ്മൾ പറയും, കർത്താവേ അവിടുന്ന് മരിച്ചത് കൊണ്ട്. അടുത്തത്, ഈ മരണത്തിന്റെ വേറൊരു വിശേഷത, എല്ലാവരും മരിച്ചെന്ന് കേൾക്കുമ്പോ നമുക്ക് സങ്കടവും ദുഃഖം. അയ്യോ, ഇല്ലേ? നമ്മുടെ വടക്കയിലെ പാപ്പച്ചൻ മരിച്ചു. അയ്യോ, എന്റെ ദൈവമേ. നമ്മുടെ സഭയിലെ സാലി സഹോദരി മരിച്ചു. അയ്യോ, എപ്പം? ഇതല്ലേ പറയാന്. നമ്മുടെ പാസ്റ്റർ മരിച്ചു. അയ്യോ, അങ്ങനെ പറയാന്. എന്നാ യേശുക്രിസ്തു മരിച്ചതിന് സ്തോത്രം ചെയ്യുക. അവിടുന്ന് മരിച്ചതിനാല് നമ്മുടെ ആൾക്കാർ മരിക്കുമ്പോ അങ്ങനെയാണോ? ഭാര്യ മരിച്ചു, സ്തോത്രം സ്തോത്രം സ്തോത്രം, അങ്ങനെയാണോ? ഭർത്താവ് മരിച്ചു, സ്തോത്രം സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പോയല്ലോ.
അലോഗ്യം ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസം ആന്നതിലും ദുഃഖമാണ്, ഇല്ലേ? പക്ഷെ യേശുക്രിസ്തു മരിച്ചതിനെ പറ്റി എല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് സ്തോത്രം. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. വേറെ ആരുടെ മരണത്തിനാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്? മരണം കൊണ്ടന്റെ വന്നരകം നീ അകറ്റി, നിൻ മരണം കൊണ്ടന്റെ, ചേർന്ന് പാട്, വന്നരം എന്താലം കഴിപ്പാൻ കൃപ ചെയ്യണമേ, എന്താലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. ഓ ദേവേശ യേശുപര ജീവനെ നീയായി വെടി. ഓ ദേവേശ ചേർന്ന് പാട്, ജീവനെ നീയായി വെടിഞ്ഞു. ജീവനത്തെ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാൻ. ചേർന്ന് പാട്, മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. കരമുയർത്തി സ്തോത്രം ചെയ്യ. അവിടുന്ന് മരിച്ചതിനാൽ സ്തോത്രം. വേറെ ആര് മരിച്ചത് കേൾക്കുമ്പോ സ്തോത്രം ചെയ്യത്തില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുക. ഈ മരണം വിലയേറിയ മരണമാണ്. ഒന്ന്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചത്. രണ്ട്, ഈ മരണം ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്ന്, എല്ലാ ആഴ്ചയിലും മരണത്തെ പറ്റിയാ പ്രസ്താവിക്കുന്നത്. എല്ലാ ദിവസവും ഈ മരണത്തെ പറ്റിയാ പറയുന്നത്. സ്തോത്രം. നാല്, ഈ മരണത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം. അവിടുത്തെ മരണം വിലയേറിയ മരണമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല അവിടുത്തെ മരണത്തിന്റെ വിശേഷത, ഒന്ന്, മരിക്കാനായിട്ടാ വന്നേ, അവിടുന്ന് തന്നെ പറഞ്ഞു. രണ്ട്, എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. നമുക്ക് വല്ലതും അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പാറശാലയെ വെച്ചേ മരിക്കുള്ളൂ പറയാൻ പറ്റുമോ? കൊള്ളാം, ഒന്നും പറയാനൊക്കത്തില്ല. ഞാന് കാനഡയിൽ ചെന്നേ മരിക്കുന്നുള്ളൂ അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും നോക്കത്തില്ല. യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു എവിടെ മരിക്കും, എങ്ങനെ മരിക്കും, ഏത് വിധത്തിൽ മരിക്കും, ആരാ കൊല്ലുന്നത്, മരിച്ചു കഴിഞ്ഞ് എന്തോ നടക്കും, ഇതെല്ലാം ക്ലിയർ ആക്കിയ. ഈയിടെ ഞാൻ ഒരാൾ ചോദിച്ചു എന്തോ ഉണ്ട്, ഓ ഇങ്ങനെ പോകുന്നു തട്ടിയും ഉന്തിയും. ഇനി കുറെ നാൾ കൂടെ കാണും. എങ്ങനെ ചാകുന്നെന്ന് ആര്? പിന്നെ ഒന്നേ ഉള്ളു, അധികം കിടക്കാതെ എന്തായാലും ചാകുമ്പോ കിടന്നേ നോക്കുള്ളൂ. കാരണം ഒന്നേ താഴെ വീഴും. കിടക്കാതെ എങ്ങനെ ചാകുന്നു? നിന്നോണ്ട് ആരാ അങ്ങനെ ആരെങ്കിലും ചത്തിട്ടുണ്ടോ? നിന്നോണ്ട്? എനിക്കറിയത്തില്ല. എന്തായാലും കിടക്കണം. കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര, വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാടുമലകളിലോ റോഡു തെരുക്കളിലോ, കാടുമലകളിലോ റോഡു തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്ര
യാത്രകൾ ചെയ്യുമ്പോഴോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതെന്തോ കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ കള്ളക്കേസിനു പോകും ചേരി തിണ്ണയിലോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കയ്യിലെന്തു കഷ്ടമേ. ഓ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കയിലെന്തു കഷ്ടമേ. വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്ന് കൂടിട്ടോ വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നു വെട്ടിട്ടോ പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ ഓ സർപ്പവിഷമേറ്റിട്ടോ വൈദ്യന്റെ വീട്ടിൽ വെച്ചോ സർപ്പവിഷമേറ്റിട്ടോ വൈദ്യന്റെ വീട്ടിൽ വെച്ചോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കയ്യിലെന്തു കഷ്ടമേ. രാത്രി എനിക്ക് ഓർമ്മിപ്പാനുള്ള പ്രധാന സന്തോഷത്തിൽ പ്രധാനമായിട്ട് ഒരു കാര്യം, മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. അപ്പൊ കർത്താവ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേച്ചാ. മരിക്കാൻ വന്നു, ചില ദിവസം കഴിയുമ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, ഏത് വിധത്തിൽ മരിക്കും, ഊഹാപോഹമൊന്നുമല്ല. ഇനി നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ കർത്താവിന്റെ തിരുമരണത്തെ പറ്റി അവിടുന്ന് പ്രസ്താവിച്ചെടുത്തതെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ചേർത്ത് പറഞ്ഞിട്ട് ഉയർത്തു വന്നു. അതാണ് മോളെ ആ മുമ്പേ വായിച്ച വാക്യം 8:31 വായിച്ചേ. മർക്കോസ് 8:31 പെട്ടെന്ന് വായിരും. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന്. മതി മതി. കൊല്ലുകയും എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? വായിച്ചേ കൊച്ചേ. തള്ളിക്കളഞ്ഞ് കൊല്ലുകയും എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, ചേർത്താ പറഞ്ഞത്. കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട്. അതാ കൊല്ലുകയും കുത്തില്ല. കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ മരിച്ച ആരുണ്ട്? മത്തായി സുവിശേഷം 16:21 മുമ്പേ വായിച്ചേ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ കൊല്ലപ്പെടുകയും കുത്തുണ്ടോ? ഇല്ല, കൊല്ലപ്പെടുകയും 3-ാം നാൾ ചേർത്താ പറഞ്ഞേക്കുന്നത്. കൊല്ലപ്പെടുകയും മൗനം ആചരിക്കാം. അങ്ങനല്ലേ എല്ലാവരുടെയും മരണത്തിലെ കൊല്ലപ്പെട്ടു. ചേർത്ത് വായിക്കുമോളോ?
പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അങ്ങനെ വായിച്ചു തരേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. കൊല്ലപ്പെടുകയും ഉയർക്കുകയും ചെയ്യും. അവിടുത്തെ തിരുമരണത്തെ പറ്റി പ്രസ്താവിച്ചെടുത്തല്ല അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതുപോലെ പറഞ്ഞ് മരിച്ച ആരുണ്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ യാകാൻ നേരത്ത്. നമ്മൾ ചോദിക്കില്ല എങ്ങനെയാകട്ടെ, വല്ലതും പറഞ്ഞോ? പറയാൻ ഇങ്ങനെ വാ പൊളിച്ചെന്ന. പിന്നെ അടുത്ത് നിന്ന് ചാണ്ടി കയറി, എന്നിട്ടും പല്ല് പൊങ്ങിയായിരുന്നു. നാളെ ഒരാൾ പറഞ്ഞ് കണ്ണിക്കൂടാ പോയെന്ന്. ഇനി മൂക്കിന് 2 തുള തന്നേക്കുന്ന എന്തിനാ? ഇതൊക്കെ പോകേണ്ട സ്ഥലത്തൂടെ ഓരോന്നും പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ വേണം. മൂക്കിന് ദ്വാരം തന്നേക്കുന്ന അങ്ങനല്ലേ? ഇനി പുള്ളി പറയാ കണ്ണിക്കൂടാ പോയെന്ന്. ഇവിടെ ഓരോരുത്തരും മരിച്ചതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. യേശു മരിച്ചപ്പോ എല്ലാം പറഞ്ഞേച്ചാ മരിച്ചേ. ഇവൻ പോകുന്ന സമയത്ത് എന്തോ കർത്താവിന്റെ മരണത്തിന്റെ മാതൃക. ഞാൻ എടുത്ത വാക്യം നാളെ പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞു, നാളെ പറയാം. നാളെ ഉണ്ടല്ലോ. പിന്നെ ഇന്നിപ്പോ ഇങ്ങനെ സമയം ഒന്നും ഞാൻ 2 വരെയല്ലാതെ അങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ മരണം നിങ്ങൾ 2 പേരാണ്ട് പറഞ്ഞു. എന്തുവാ 9:15 2 പേര് സമയം. അതാണ് പറഞ്ഞത്. എനിക്ക് ദോഷമൊന്നും അല്ല. അവിടുത്തെ മരണത്തിന്റെ വിശേഷത നിങ്ങൾ ഈ വേറെ പുസ്തകം പഠിച്ചേ. ആദ്യത്തെ 4 സുവിശേഷമാണ്. ഇവിടെ ആദരണീയ കർത്തൃദാസന്മാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇവര് വളരെ ആസ്വദിച്ചിരിക്കാന്ന് എനിക്കറിയാം. എനിക്ക് കാണുമ്പോൾ അറിയാം. എനിക്ക് ഉഴപ്പുന്നവരെ കണ്ടാലും അറിയാം, ഉൾക്കൊള്ളുന്നവരെ കണ്ടാലും പിന്നെ എനിക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് അവിടുത്തെ തിരുമരണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷമുണ്ട്. ഈ മരണത്തിന്റെ വിശേഷത ഈ 4 സുവിശേഷത്തിൽ 2 സുവിശേഷകന്മാര് ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. മത്തായി, ലൂക്കോസും. ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി 2 പേരെ പറഞ്ഞിട്ടുള്ളൂ. മർക്കോസും യോഹന്നാനും ജനനത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മത്തായി ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോട് സംബന്ധിച്ച് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്ക വന്നത് മുതൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് കുറച്ചുകൂടെ ചരിത്രം നന്നായിട്ട് പറഞ്ഞു. ആദ്യം മുതൽ കേട്ട സാക്ഷികളും വചനത്തിലെ ശുശ്രൂഷകന്മാരുമായി നമ്മെ പരിമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചരിത്രം ചുമപ്പാൻ പലരും തുണിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകൾ നിശ്ചയമില്ലെന്ന് അറിയേണ്ടതിന് ക്രമമായി. അങ്ങനല്ലേ മോളെ വായിച്ച 1:1. ശ്രീമാനായ തെയോഫിലോസേ ആദ്യം മുതൽ കണ്ട സാക്ഷികളും ശ്രീമാനായ തെയോഫിലോസേ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം നന്നായിട്ട് ചരിത്രം പഠിച്ച എഴുതിയേക്കുന്നത് ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിങ്ങൾ ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്ത എങ്ങനെ നിങ്ങൾക്ക് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. ക്രമമായിട്ട് എഴുതി. പിന്നെ നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ക്രമമായിട്ട് എഴുതി, സൂക്ഷ്മമായി പരിശോധിച്ചു, ആദ്യം മുതൽ എഴുതി, ചരിത്രം പഠിച്ചെഴുതി. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ പേർവഴി ചാർത്തുമ്പോൾ അന്നത്തെ ഗവർണർ, നാടുവാഴികൾ, നാട്ടുരാജാവ് ആരാന്ന് തെളിയിച്ചാച്ച. കാരണം തർക്കം വരരുത്. 3:1 വായിച്ചേ മോളെ. ലൂക്കോസ് 3:1 പെട്ടെന്ന്. തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിൽ അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ദേശത്തിൽ ഉള്ളതാട്ടെ. എന്നാലും വായിച്ചു തരുന്നില്ല. ദൈവം മോടെ പേരെന്നാ? അത് ഈ പേരും ഒക്കെ വേണ്ട ഒക്കുന്നുണ്ട്.
തിബിരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദി നാട് പാടുമ്പോൾ ഹെരോദാവ് ഗലീലയിൽ ഇവന്റെ സഹോദരനാകുന്ന ഫിലിപ്പോസ് ഈ ദൂര്യത്രക്ക് വന്നിട്ട് ദേശങ്ങൾ അത് ഞാൻ പറയാം. അടുത്തത് മോള് വായത്. ലൂസാന്യാസ് അബീനയിലെ ഇടപ്രഭുക്കന്മാരായി ഹന്നാവും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരും ആ. ഇരിക്കും കാലം ഇരിക്കും കാലം. കാലം തെളിയിച്ചു. കാലം ചരിത്രം തർക്കമൊന്നും വരരുത്. അപ്പൊ ലൂക്കോസ് ചരിത്രം നന്നായിട്ട് പഠിച്ച ആളായതുകൊണ്ട് എല്ലാം ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ചൂടുവെള്ളം ഒന്നും വേണ്ട, നമ്മളത് നാളെ തന്നാ മതി. ഇവിടെ വന്നിരിക്കാൻ രണ്ടുപേരോട് അവിടെ ഇരുന്ന് നാണം വന്നപ്പോ നേരം വെള്ളത്തെന്ന് പറഞ്ഞ പോലെ മതി. ഇനിയിപ്പോ അങ്ങോട്ട് ചെന്ന് വെള്ളം കുടിക്കാൻ പോവാന്നല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ചരിത്രം നന്നായി പഠിച്ചാ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ആരും തർക്കിക്കണ്ട. തർക്കിച്ചാൽ ജയിക്കത്തില്ല, കാരണം കൃത്യത്തിനാ. പുള്ളി ഡോക്ടറല്ലേ. അപ്പൊ ലൂക്കോസും മത്തായിയും ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി രേഖപ്പെടുത്തി. മത്തായി അങ്ങനല്ലേ മോളെ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിരെ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയുടെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പാരസിനെയും സേരകനെയും ജനിപ്പിച്ചു, ഹെസ്രോനെ വായിച്ചേ. ഹെസ്രോനെ ജനിപ്പിച്ചു. പുള്ളിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നില്ല, പതുക്കെ വായിച്ചേ. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു. ഹെസ്രോനെ അരാമിനെ ജനിപ്പിച്ചു. അമീനാദാബിനെ ജനിപ്പിച്ചു. നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ഇശ്ശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ അവിടെ പേര് പറഞ്ഞില്ല, അവിടെ പറയാൻ കൊള്ളുകയല്ല. ജനിപ്പിച്ചോട്ടെ, പക്ഷെ അവിടെ പേര് പറഞ്ഞിട്ടില്ല. അതെന്നെ പേര് പറയാന് അത് വേറെ വിഷയമാണ്. പേര് പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ എല്ലാം എന്നാൽ വേറെ ചില സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. രാഘാവിന്റെ പേര് പറഞ്ഞു, ഇല്ലേ? രാഘാവിന്റെ പേര് പറഞ്ഞു. പിന്നെ ആരുടെ പേര് പറഞ്ഞു? രൂത്തിന്റെ പേരും പറഞ്ഞു. പിന്നെ ആരുടെ പേര് പറഞ്ഞു? അതവിടെ നിൽക്കട്ടെ, വേറൊരു സഹോദരിയുണ്ട്. കലോമനെ പെണ്ണാക്കുക. നാളെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇനി പറഞ്ഞോണ്ടിരിക്കാൻ നേരമില്ല. അദ്ദേഹം പറഞ്ഞു താമാറ് 38. അപ്പൊ താമാറിന്റെ പേര് പറഞ്ഞു, രാഘാവിന്റെ പേര് പറഞ്ഞു, രൂത്തിന്റെ പേര് പറഞ്ഞു. മറിയ തന്നെ ആണല്ലോ പിടിച്ചേക്കുന്നത്. മറിയയുടെ ആളാന്ന്. ദൈവത്തിന്റെ മഹത്വം. അതെ, അത് വേറെ വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ ക്രിസ്തുയേശുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞു വന്നേച്ച് 16-ാം വാക്യം വായിച്ചേ മോളെ. യാക്കോബ് മറിയയുടെ ഭർത്താവായ. മറിയ വന്ന് കേട്ടോ, മുഞ്ഞ് സമാധാനപ്പെടും. കുറച്ചു നേരമായിട്ട് മറിയ എന്ന് പറഞ്ഞിരിക്കുക. വായിച്ചോ മോളെ. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അടുത്തത്, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ജനിപ്പിച്ചതല്ല, ജനിച്ചു. എന്നിട്ട് കർത്താവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ അവൻ സ്വത്രം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നത്. വായിര്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവി മത്തായി സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി വിശദമല്ലെങ്കിലും സൂചന തന്നു. ലൂക്കോസ് നന്നായിട്ട് ആ കാര്യം വിസ്തരിച്ചെഴുതി.
എല്ലാം എടുപ്പിക്കുന്നില്ല. അപ്പോൾ രണ്ട് സുവിശേഷകന്മാർ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി രേഖപ്പെടുത്തി. എന്നാൽ രണ്ട് സുവിശേഷകന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ആരാ? യോഹന്നാനും മർക്കോസും. മർക്കോസ് ക്രിസ്തുവിനെ ദാസനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക. ദാസന്റെ ജനനം ഒന്നും ഇപ്പൊ ആർക്കും കേൾക്കാൻ വലിയ ചിത്രനാളിന്റെ ജനനം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം വരും. നമ്മുടെ ജനനം കേൾക്കാൻ വല്ലവർക്ക്, നമ്മുടെ വീട്ടുകാർക്ക് തന്നെ വലിയ എനിക്ക് വേറെ വല്ല കാര്യം. അടിമയുടെ ജനന വസ്തുത കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഉടമയുടെ ജനനം കേൾക്കാൻ താല്പര്യമാണ്. ദാസനായിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് ആ ജനനത്തെ പറ്റി ഒന്നും യോഹന്നാൻ ജനനത്തെ പറ്റി ഒന്നും കൊടുത്തില്ല. കാരണം ദൈവമാണെന്ന് തെളിയിക്കുക. എന്റെ വിഷയം അതല്ല. 4 സുവിശേഷകന്മാരിൽ 2 പേര് മാത്രമേ അവിടുത്തെ തിരുജനനത്തെ പറ്റി പ്രസ്താവിച്ചു. പക്ഷേ തിരുമരണത്തെ പറ്റി 4 പേരും പ്രസ്താവിച്ചു. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. എത്ര അധ്യായത്തിൽ ആ മരണത്തെ പറ്റി വിസ്തരിച്ചേക്കുന്നത്? ജനനത്തെ പറ്റി 1-2 അധ്യായത്തിലേ ഉള്ളൂ ബൈബിളിൽ. പക്ഷെ തിരുമരണത്തെ പറ്റി മൊത്തം പഠിച്ചേ. 22 സങ്കീർത്തനം അത് തന്നെയല്ലേ? യെശയ്യാ 53 അതല്ലേ? 2:12 അങ്ങനല്ലേ? ഓരോരോ മശിക സങ്കീർത്തനം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയ ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടില്ലേ? വെളിപ്പാട് ലോകസ്ഥാപനം മുതൽ യോഹന്നാന്റെ സുവിശേഷം മൊത്തം കഷ്ടാനുഭവങ്ങളും അതിനോട് ബന്ധപ്പെട്ട ഏതാണ്ട് ചുരുങ്ങിയ ദിവസത്തെ ചരിത്രമാണ്. 21 അധ്യായം. ജനനമൊന്നുമില്ല. മരണം വിലയേറിയ മരണമാണ്. ദൈവത്തിന് മഹത്വം. 4 സുവിശേഷകന്മാരും തിരുമരണത്തെ വിസ്തരിച്ചെഴുതിയിരിക്കുക. യോഹന്നാനാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. കാരണം എല്ലാരും പോയിട്ടും യോഹന്നാൻ പോയില്ലല്ലോ, കൂടെ നിൽക്കുകയല്ലേ. പിടിച്ചോണ്ട് മഹാപുരോഹിതന്റെ വീടിനെ അവിടെ കൊണ്ടുപോയപ്പോൾ യോഹന്നാൻ അകത്ത് കയറി. പത്രോസ് ചെന്നെങ്കിലും കയറാനൊത്തില്ല, പരുവക്കേടായി. അപ്പൊ പിന്നെ യോഹന്നാൻ പറഞ്ഞ് നമ്മുടെ ആളെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കയറി ചെന്നപ്പോഴാ തീ കാഞ്ഞപ്പോ പുള്ളിയും കയറി തീ കാഞ്ഞു. പുള്ളി കൂടുതൽ ഷുഗർ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ ഉറക്കം നമ്മൾ ചെല്ലിക്കാല് ഉറങ്ങുകയാണ്. ഷുഗർ ഉണ്ട്, അമ്മ ഉറങ്ങുകയാണ്. ഷുഗറാ ഇതൊന്ന് പീറ്ററിന് ഷുഗർ ആണോ എന്നൊരു അതില് ഉറങ്ങിപ്പോയപ്പം ആയിരിക്കാം ഈ ഉറക്കക്കാരനാ. ഈ കാത്തങ്ങാണ്ട് കൈ മുട്ടുക കണ്ടിട്ട് സ്തോത്രം. അതാ നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നമ്മൾ എന്നെ പറഞ്ഞാലും സ്തോത്രമല്ലേ പറയാനേ? ഇല്ലേ? തല്ലാൻ പോയാലും സ്തോത്രം സ്തോത്രം. ഉറങ്ങിയപ്പോൾ എങ്ങാണ്ട് തീ വല്ലതും മുട്ടി കാണുമായിരിക്കും. അത് സ്തോത്രം. നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീയും എന്നാലും പുള്ളി രാഗി. അയ്യോ, അവനെ തള്ളി പറഞ്ഞ പത്രോസതിരാവിലെ സമയേ പരനെ തള്ളി പറഞ്ഞ പത്രോസതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുമരണം 4 പേരും പ്രസ്താവിച്ചു. യോഹന്നാൻ ചില മണിക്കൂറുകൾ നടന്ന 6-7 മണിക്കൂർ നടന്ന 6-7 അല്ല, ചില മണിക്കൂറുടെ സംഭവം അക്കമിട്ടാ നിരത്തിയിരിക്കുന്നത്. ഇതുപോലെ ആരുടെ മരണത്തെ പറ്റിയാ പ്രസ്താവിച്ചേക്കുന്നത്? പണ്ട് 2 പേര് കൂട്ടുകാരാ ഒരു വീട്ടിൽ ചെന്നപ്പം വീട്ടുകാര് അവരുടെ മാന്യത അനുസരിച്ച് നല്ല ബ്രൂ കോഫി, അലുവായും കേക്കും പൂവമ്പഴവും തത്തുല്യമായ
സാധനമില്ലാത്ത ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു കഴിച്ചാട്ട്. അപ്പം രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. സ്തോത്രം ചെയ്തു, എടുത്തു. മറ്റവനും എടുത്തു അലുവ, നല്ല അലുവ. അപ്പം ആദ്യം എടുത്തവൻ അലുവായി കടിച്ചു വെച്ചു. അപ്പം മറ്റവനും എടുത്ത് കടിക്കാലിങ്ങനെ വെച്ചു. എടാ ജോർജ് കുട്ടി, നിന്റെ അമ്മ എങ്ങനാടാ മരിച്ചേ? ഇവൻ അലുവ കടിച്ചോണ്ടായിരുന്നു. അവൻ എടുത്ത അലുവ അവിടെ വെച്ചു. എന്റെ തങ്കച്ച, എന്റെ അമ്മ ഇവൻ കണ്ണുനീരോട് അമ്മ മരിച്ച കാര്യമെല്ലാം പറഞ്ഞ് അസുഖമായതും കിടന്നതും ആശുപത്രി. അപ്പം മറ്റവനത് മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുക. അവനെ കഴിച്ചിട്ട് അമ്മ മരിച്ച സങ്കടം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തിരുമ്പുകയും. അമ്മ അങ്ങനെ മരിച്ചു നോക്കിയപ്പോ ഒന്നുമില്ല. അപ്പം ഇവന് മനസ്സിലായി, ഇവൻ നമ്മളെ ആക്കിയതാണെന്ന്. ഒന്നും വേണ്ടിയില്ല. വേറൊരു ദിവസം ഇതുപോലൊരു വീട്ടിൽ ചെന്നപ്പോ ഇവർക്ക് ഇതുപോലെ കൊണ്ടുവച്ചു. അപ്പൊ ഇവന് ഓർമ്മ വന്നു. അപ്പം രണ്ടുപേരും ഇതുപോലെ ഓരോ സാധനം എടുത്തോണ്ട് ഇവൻ അങ്ങോട്ട് ചോദിച്ചു, എടാ നിന്റെ അമ്മ എങ്ങനെയാടാ മരിച്ചത്? ഓ ഉരുണ്ട് വീണ് ചത്തടാ, നീ അലുവാങ്ങി തരാൻ. ഒറ്റ വാക്കുകൊണ്ട് അവൻ പറഞ്ഞു, ഓ അതള്ള ഉരുണ്ട് വീണ് ചത്ത്, നീ ആദ്യം. അല്ല, ഇവിടുത്തെ എല്ലാ മരണവും കൂടി വന്ന ഒന്നോ രണ്ടോ വാക്ക് അല്പം പറഞ്ഞങ്ങ് നിർത്തുക. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണം അടുക്കടുക്കായിട്ടാ പറഞ്ഞിരിക്കുന്നത്. വിശേഷിച്ച് ചില മണിക്കൂറുകൾ നടന്ന സംഭവങ്ങൾ യോഹന്നാൻ കണ്ടേക്കല്ലേ. കണ്ടതുകൊണ്ട് എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇതുപോലൊരു മരണം വേറെ ഇല്ല. ഇതുപോലൊരു മരണം നടന്നിട്ടില്ല. ഇതുപോലൊരു മരണം ആർക്കും ഒക്കത്തുമില്ല. എന്തിനാ യേശു മരിച്ചത്? എന്നെയും നിന്നെയും രക്ഷിപ്പാൻ, എന്റെയും നിന്നെയും പാപമോചിക്കാൻ, എന്റെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, എന്റെയും നിന്നെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, എന്നെയും നിന്നെയും രക്ഷിപ്പാൻ, നിന്റെ പാപങ്ങളും ശാപങ്ങളും മാറ്റുവാൻ. ഇന്ന് രാത്രി ആ തിരുമരണം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സമയം എന്തുവായി? ഇന്നങ്ങ് നിർത്താം, മതി. ബാക്കി നാളെ ഇച്ചിരി നേരത്തെ ഞാനിവിടെ ഉണ്ടല്ലോ. കർത്താവിനെ വെച്ച് നേരത്തെ തരികയാണെങ്കിൽ പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞ് എനിക്ക് നേരത്തെ പോകാം. ഇന്ന് രാത്രി എല്ലാവരും ആ തിരുമരണത്തിൽ വന്ന് ധ്യാനിച്ച്, യേശുവേ അവിടുന്ന് മരിച്ചതിനാൽ സ്തോത്രം. യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടി ജീവനെ തന്നതിനാൽ സ്തോത്രം. യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടി രക്തം ചീന്തിയതിനായി സ്തോത്രം. അവിടുന്ന് എന്നെ രക്ഷിച്ചതിനാൽ സ്തോത്രം. സ്നേഹിത സുഹൃത്തെ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. നിന്നെ രക്ഷിക്കാനാ യേശു മരിച്ചത്. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ ആ തിരുമരണം ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങള് ഒന്ന് പാടാ. അറിയാവുന്നവര് ചേർന്ന് പാടണം. കർത്താവിന്റെ ദാസി മുമ്പേ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒക്കുന്നില്ലെന്ന്. പിച്ച് ഞാൻ ഈ ഉറക്കെ പറയുന്നത് കൊണ്ട് ചിലപ്പോ മേളിലാ പിടിക്കുന്നതല്ലയോ. ഒന്നാലും അപ്പച്ചന്റെ അപ്പുറമൊന്നും ഞാൻ വരില്ല. അയ്യോ അതെന്തോ ഇവിടുന്ന് പാടുന്നു. അപ്പച്ചന്റെ കൂടെ പാടിയിട്ടുള്ളതല്ലേ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞ്, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞ്, ബന്ധമില്ലാതായിയെ ഓർത്ത്, ബന്ധമില്ലാതായിയെ ഓർത്ത് വീണ്ടെടുത്തു എന്നെയും വീണ്ടെടുത്തു എന്നെയും ആശ്ചര്യമേ ആശ്ചര്യമേ കൃപയേ 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 ഓ കൃപയേ 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 കൃപയേ
ഓ ചിന്തിയല്ലോ ഓ ചിന്തിയല്ലോ ചേർത്തടിച്ചു മരനെ മര കുരിശിൽ ചേർത്തടിച്ചു ഭൂമിക്ക്